മാറ്റ് കള്ളനാ. പക്ഷെ ദൈവങ്ങളെ ഇല്ലാത്തവരെയും കക്കാറില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എന്നിട്ട് അകത്ത് പോയതോ ചെയ്യാത്ത കുറ്റത്തിന്. ഭണ്ഡാരം മോഷ്ടിച്ച ദിനേശനല്ലാന്ന് എനിക്കറിയാം. പിന്നെ ആരാ? ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ ദിനേശൻ അകത്തായ ദിവസം ഒരു സംഭവം ഉണ്ടായി. ആരോ അതിൽ മുട്ടണു. എനിക്ക് ചെവി കേക്കാം. നീ ഇവിടെ നിന്നാ മതി. അതാരാണെന്ന് എനിക്കൊരു നിശ്ചയില്ല. ആരെങ്കിലും ആകട്ടെ തിരുമേനി, അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കും. അത്രേ ഉള്ളൂ തിരുമേനി. ഈ ദൈവം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. എല്ലാ വാതിലുകളും അടയുമ്പം മുട്ടാനൊരിടം. ആ ദൈവത്തെ ചതിക്കുന്നവനാണ് ഏറ്റവും വലിയ മഹാഭാവി. അതോർത്തപ്പോ ദേവിയോടൊന്ന് മാപ്പ് പറയണം തോന്നി. ഓർക്കുന്നെങ്കിൽ പോർക്കട്ടെ. ഇവിടെ എന്റെ പിന്നാലെ ഓളവിടെ കിടന്ന് കരയിട്. ഓളവിടെ ഒറ്റക്കല്ലേ, നീ അങ്ങോട്ട് പോ. മോളെ കരയല്ലേ, കരയല്ലേ മോളെ, കരയല്ലേ. ഇയാളെ നമുക്ക് ഇപ്പൊ കുഴിച്ചിടാം. ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുന്ന ഉപ്പനെ വിളിച്ചിട്ട് എന്തിനാ? ചങ്ക പൊട്ടി മരിക്കാനോ? അതിന്റെ പേരിൽ നമ്മളെ പോലീസ് പിടിക്കാനോ? പിടിക്കട്ടെ, അന്നക്കാരെ പിടിച്ചിട്ടില്ലേ നമ്മളവരെ കൊന്നത്? ആയിരു ഈ ഉണ്ടായിരിക്കും. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. ഇയാളെ കുഴിച്ചിട്ട പ്രശ്നം തീർന്നില്ലേ? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ ആരും വന്നൊന്നും മാന്തി നോക്കാൻ പോണില്ല. കരയല്ലേ മോളെ, കരയല്ലേ, കരയല്ലേട്ടാ. കരയത്തിരിക്കും. ഇവിടെ കുഴിച്ചിടാം നമുക്ക്. മോളെ തടെടുത്തിരുന്നോ, ഈ പേടിക്കണ്ട കേട്ടോ. ഈ കൈക്കോട്ടെടുക്ക. ഇവിടെ കുഴിച്ചിടാം നമുക്ക്. കരയാതെ, നാട്ടുകാരെ കേക്കോ യേശു. ഇവരെ ഒച്ച ഉണ്ടാക്കില്ല, പറയണ കേക്ക്. ഇത്ത ജബ്ബാസിനെ കാണാണ്ടാവുമ്പോ ഓരോ വീട്ടുകാർ ഉപ്പിലിട്ട് ചോദിക്കൂലേ? അതപ്പയല്ലേ മോളെ, ഇയാള് നല്ല ആളാന്ന് കരുതിയിട്ടല്ലേ ഉപ്പ ഓനെ ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെ അയച്ചേ. ഇവിടെ ഐശ്വര്യ റേപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മള് ജബ്ബാസിനെ കൊന്നറിഞ്ഞ ബാക്കി ഉപ്പ് നോക്കിക്കോളൂ. അനക്കറിഞ്ഞൂടെ നമ്മുടെ ഉപ്പക്ക് എന്തൊക്കെ പിടിപാടുണ്ടെന്നൊക്കെ? ഇത്ത
നമുക്ക് നാളെ തന്നെ ദുബായിക്ക് പോവാ. ഉപ്പാരെ കാണാൻ എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ വീട്ടിലൊന്നും പഠിക്കാൻ പറ്റൂല. അതെനിക്ക് പറ്റൂല. സ്റ്റഡി ലീവ് ഒന്നും വേണ്ടട്ടോ, നമുക്ക് പോവാ. നമുക്ക് പോവാം മോളെ, നാളെ തന്നെ പോവാം. ആദ്യം ഇയാളൊന്ന് കുഴിച്ചു നമുക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പൊ നോക്കാം. അത് സമാധാനായിട്ടിരിക്കാം. എനിക്ക് മോളെ എനിക്ക് ചേട്ടനെന്തെങ്കിലും നോക്കണേ? ഏയ് ഞാൻ ജൂപിച്ചിട്ടാണ്. ഏത് ചോദിച്ചാൽ ആ ഓട്ടക്കാരൻ. ഞാൻ ഓട്ടക്കാരൻ മാത്രല്ല, പിന്നെ ഇത്തിരി മോഷണ പരിപാടിക്ക് ഉണ്ട്. അടിപൊളി. ഞാനേ മായക്കാവ് ദേവിനെ പൊക്കാൻ വന്ന ദിവസമാണ് ചേട്ടനെ ആദ്യമായിട്ട് കാണാം. ചേട്ടനെ കണ്ട പാടെ എന്റെ സകല പ്രതീക്ഷയും പോയി. പിന്നെ ചേട്ടന്റെ പരിപാടി എന്തിട്ടെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ചു നേരം ഓട്ടോയിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ചേട്ടൻ പോയപ്പോ അമ്പലത്തിൽ ഞാനും കയറി. ദേവിനെ ഞാനെടുത്തില്ലേ, പിന്നെന്തിനാ നീ കയറിയ? അതെനിക്കറിയില്ലല്ലോ. കമ്പിപ്പാരം പൊക്കി പിടിച്ച് അമ്പലത്തിനകത്ത് കയറിയപ്പോ ദേവിനെ അവിടെ കാണാനില്ല. പക്ഷെ ചേട്ടന്റെ കത്ത് ഞാൻ അവിടെ കണ്ടു. ആ കത്ത് വായിച്ചപ്പോ ദേവി തിരിച്ചു വരുന്ന എനിക്ക് മനസ്സിലായി. പിന്നെ എന്തായാലും കയറിയതല്ലേ, മോഷണത്തിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച അപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ ഭണ്ണാരക്കുട്ടി ഇങ്ങോട്ട് നോക്കി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഭണ്ണാരക്കുട്ടി എടുത്ത് വീട്ടിൽ പോകുമ്പോഴാണ് ചേട്ടന്റെ ഓട്ടോയിൽ കയറുന്നത്. പാട്ടൊക്കെ പാടിയിട്ട് ഒന്നുമില്ല. സാറേ കോട്ടാ കയറിക്കോ സാറേ. കേൾക്കാൻ കേട്ടിട്ട് ഭണ്ഡാരക്കനധികം ഇല്ലല്ലോടി. അമ്പലത്തിന്ന് ഭണ്ഡാരം മാത്രമായിരുന്നില്ലല്ലോ, വിഗ്രഹം പോയിന്നുള്ള ഞാൻ കേട്ടെ. കണ്ടിട്ട് പോന്നിട്ട് കേറിയതാടാ ഞാൻ. അതൊക്കെ ആമ്പിള്ളേര് കൊണ്ടുപോയി. ഇങ്ങനെ പോലെ ഭണ്ഡാരക്കുറ്റി മോഷ്ടിക്കാനല്ലാതെ ഇവനെന്തിനു കൊള്ളാം. അമ്മച്ചി എന്നെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കത്തില്ല. നിനക്കെന്താടി ഒരു പുച്ഛം? ഭണ്ഡാരം മോഷ്ടിക്കൽ അത്ര മോശമുള്ള ഏർപ്പാടൊന്നുമല്ല. നീയും നിന്റെ മക്കളും ഇത്രയും കാലം തിന്നു തൂറിയത് എങ്ങനെയെന്നാ? നിനക്ക് ആളേനും കൂടി കൂട്ടിക്കൂടെ? എന്നിട്ടെന്തിനാ നടുക്കണ്ട ഇങ്ങനെ കൊണ്ടുപോകാനാ? പള്ളി പോയി പറഞ്ഞാൽ മതി. മായക്കാവ് ദേവിനെ ഞാൻ പൊക്കിയിരിക്കും. ചാമ്പ്യന്റെ വീട് എനിക്കറിയാം. മാന്യമായിട്ട് പാതി ഞാൻ ചോദിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ല മുഴുവൻ ഞാൻ എടുത്തോണ്ട്. ഞാനും ഒരു ബലത്തിന്. ഓ വേണ്ട, എടാ കൊല്ലിട്ടെങ്കിൽ തെളിവില്ലാണ്ട് കൊന്നോളോട്ടാ. 5 മണിയായിട്ടും ചേട്ടൻ ദേവിനെ തിരിച്ചുകൊണ്ടുണ്ടായപ്പോ അത് അടിച്ചു മാറ്റാനുള്ള പരിപാടി എനിക്ക് മനസ്സിലായി. അങ്ങനെ അതിന്റെ പാതി ചോദിക്കാനാണ് അന്ന് ചേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്. ദിനചേട്ടൻ ഓട്ടോ പറഞ്ഞായിരുന്നു. ഓട്ടോ സുസ്മി, നമ്മള് ലോക്കായിട്ടാ. ചേട്ടൻ ലോക്കായതിന്റെ പിറ്റേ ദിവസം വിഗ്രഹം അടിക്കാൻ ഞാൻ അമ്പലത്തിൽ പിന്നെയും പോയിരുന്നു. അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ചേട്ടാ. ആ തിരുമേനി ഉണ്ടല്ല, നമ്മളെക്കാളും വലിയ കള്ളപ്പന്നിയായിരുന്നു. ആ മുണ്ടും മുക്കി പിടിച്ച കാക്കാക്കില്ലേ, അയാളെ ദേവിയുടെ വിഗ്രഹം വിറ്റു. ഇപ്പൊ അവിടെ ഉള്ളതേ ഡ്യൂപ്ലിക്കേറ്റ് ദേവിയാണ്. ആ കലിപ്പിലാണ് ഞാൻ ആ ഭണ്ണാരക്കുട്ടി അയാളെ വീട്ടിൽ കൊണ്ടുവച്ചത്. എനിക്കതിൽ നിന്ന് 10,000 രൂപ കിട്ടുള്ളൂ ചേട്ടാ. അങ്ങനെ നനഞ്ഞ് നാളെ നിൽക്കുമ്പോഴാ ദുബായ് മുസ്തഫയുടെ കൊള്ളടിക്കാൻ നോക്കിയത്. പറഞ്ഞിട്ടെന്താ, പോലീസ് വന്നു, അതൊന്നും നോക്കി. അവനെ ഞാൻ ഓട്ടോയിൽ കയറ്റിയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്യാം. ഞാൻ ആ പള്ളി നടയുടെ എടുത്തുമ്പോ ഒന്ന് ചവിട്ടാം. നിങ്ങൾ കയറിയങ്ങ് പടുത്തു. ഓക്കെ, അവൻ ഓട്ടോയിൽ കയറിയില്ലെങ്കിലാ നാക്ക് മുളച്ചൊന്നും പറയാത്തടാ. ഇനിയിപ്പോ അഥവാ അവൻ ഓട്ടോയിൽ കയറിയില്ലെങ്കിൽ ഞാനൊരു സിഗ്നൽ തരാം. നിങ്ങൾ കയറി പടുത്തു. അത് പടയ്ക്കാം. ഓക്കെ ഓക്കെ. വിഗ്രഹം തിരുമേനിയും
കുഴല് നമ്മളെ സർക്കിൾ അടിച്ചെടുത്തപ്പോ നമ്മളെക്കാളും വലിയ പെരിങ്ങളമാര് പുറത്താണെന്ന് എനിക്ക് മനസ്സിലായി.